അസ്സലാമലൈക്കും, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിഹാദ് എന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് കാലിഗ്രഫി വർക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടും കൂടെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ അറബിക് കാലിഗ്രഫി എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹർക്കത്തിടുന്ന കലമും, ഒന്ന് എഴുതുന്ന കലമും, പിന്നെ ഇങ്കുമാണ്. ഇങ്ക് യൂസ് ചെയ്യുമ്പോൾ ലിക്ക ഇട്ടിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് എഴുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഇങ്കും കലമുമാണ് നമുക്കിത് എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടത്. അതിന് ശേഷം നമുക്ക് അല്ലാതെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കെയിലും ഒരു പെൻസിലും ഒരു റേസറുമാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്രലിക്കിൻ്റെ പെയിൻ്റാണ് വേണ്ടത്. അക്രലിക്കിൻ്റെ പെയിൻറ്റും പിന്നെ ബ്രഷുകളുമാണ് വേണ്ടത്. പിന്നെ ഇതുപോലത്തൊരു തുണിയിൽ നമ്മൾ ഈ അറ്റത്തോ എവിടെയെങ്കിലും നമ്മൾ പഞ്ഞി വെച്ചിട്ട് ഞാനിവിടെ റബ്ബർ പോലെ ഇട്ടിട്ടുണ്ട്. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ സ്പോഞ്ചില്ലേ, സ്പോഞ്ച് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐറ്റം. അപ്പം നമുക്ക് എഴുതാൻ തുടങ്ങാം. ഫസ്റ്റ് ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതിന് നമുക്ക് അക്രലിക് പെയിൻറ്റും 2 ബ്രഷുകൾ ഏതെങ്കിലും ഒന്ന് മതി. ഞാനിവിടെ ഈ വലിയ ബ്രഷാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കളർ മിക്സ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു തരം പ്ലേറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പോ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോഞ്ചോ അതിന് പകരമായിട്ട് ഇതോ എടുക്കാം. അപ്പോൾ നമുക്കിനി ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. കളർ മിക്സിങ്ങിലോട്ട് പോവാം. കളർ മിക്സിംഗ് ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ഇത് ഇങ്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്യാണ്. നമുക്ക് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ റെഡാണ്. അപ്പോഴത്തേക്ക് നമുക്ക് റെഡ് ഈ ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. ഇത്ര മതി. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതോ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ടോ നമുക്ക് ഇതാ ഈ കളറിൽ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് സ്കെയിലും പെൻസിലുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കണം. അതിനാണ് സ്കെയിലും പെൻസിലും എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കാം. മറ്റേ സൈഡിലും അതേപോലെ തന്നെ ഒന്നും കൂടെ വരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എഴുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലാം അലിഫ് എഴുതാം. ലാം അലിഫ് എഴുതിയിട്ടുണ്ട്. നമുക്ക് അലിഫും കൂടെ എഴുതണം. ഇനി നമുക്ക് ബാക്കി എഴുതി തുടങ്ങാം. നമ്മൾ ലാ ഇലാഹ ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അള്ളാഹ്ന്നും കൂടെ എഴുതണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹർക്കത്തുകളും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എഴുതുന്ന കലം മാറ്റിച്ചിട്ട് ഹർക്കത്തിടുന്ന കലം എടുക്കാം. നമുക്ക് ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ വരച്ചേക്കുന്ന ഈ ബോർഡേഴ്സൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാക്ക്ഗ്രൗണ്ടോട് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും കൊണ്ടും ചെയ്യാൻ പറ്റുന്നൊരു സഹായം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ എത്തും. പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.